സ്തോത്രം യേശുവേ മഹത്വം. കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനും പിതാവായ ദൈവത്തിന് മഹത്വം നൽകാൻ എന്നെ ഇവിടെ നിർത്തിയ സർവശക്തനായ ദൈവത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ ഹെന്ന ജോയ്. ഞാൻ തൃശ്ശൂർ ഒല്ലൂക്കര സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ മംഗലാപുരത്ത് ഇപ്പോൾ ആണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ പപ്പ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ വാവ. 2023 കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരിയിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജനറൽ മെഡിസിൻ അവിടെ ഡോക്ടറായി വർക്ക് ചെയ്തതിനാൽ ഞാൻ അവിടെ മംഗലാപുരത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോയി. വിവാഹശേഷം 6 മാസത്തിന് ശേഷം ഞാൻ കൺസീവ് ആയത് കറക്റ്റ് അത് തന്നെയാണ് ഒരു അത്ഭുതം. കാരണം അത് കൺസീവ് ആയത് അറിഞ്ഞത് സെപ്റ്റംബർ 8 ആയിരുന്നു, മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാവ മാതാവ് തന്നെ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഗിഫ്റ്റാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം 2018 മുതലേ തന്നെ എൻ്റെ പപ്പയും മമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ഓൾറെഡി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നു, ഇത് തിരുക്കുമാരിൽ വാങ്ങി തരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു ഇത് മാതാവ് തന്ന ഗിഫ്റ്റാണെന്ന്. പക്ഷേ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ പപ്പയും അമ്മയും ഇവിടെ ഉടമ്പടി എടുത്ത എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് മംഗലാപുരത്ത് തന്നു വിട്ടായിരുന്നു. അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും നെറ്റിയിലും എൻ്റെ ഉദരത്തിലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പ്രതീക്ഷീന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും എത്തിച്ചായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തേനും ഉപ്പും സേവിച്ച് ഭക്ഷിച്ചിട്ടാണ് ഞാൻ ഇത് കൺസീവ് ആയത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഗിഫ്റ്റാണ്. മാതാവിൻ്റെ അത് ഞാൻ തുടർന്ന് പോവുകയും ചെയ്തു. പക്ഷേ അതുവരെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ സ്കാനിങ്ങിന് ചെയ്തു. ആദ്യത്തെ സ്കാൻ ചെയ്തു, നോർമലായി. എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ്, അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം എത്തിച്ചാണ് പോയിരുന്നത്. 3